2019 റിലീസ് ചെയ്ത ഒരു ചൈനീസ് ഫാന്റസി ത്രില്ലർ മൂവിയാണ് സൂപ്പർ മീ. സ്വപ്നങ്ങൾ കാണാത്ത മനുഷ്യരുണ്ടാവില്ല അല്ലേ? സ്വപ്നത്തിൽ നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ കാണില്ല. എന്നാൽ ഈ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാലോ? എന്ന് വെച്ചാ നിറയെ പണം വേണോ? അല്ലെങ്കിൽ രത്നങ്ങളായാലോ? അതുമല്ലെങ്കിൽ പുത്തൻ വസ്ത്രങ്ങൾ, ലക്ഷറി കാറുകൾ, അങ്ങനെ സ്വപ്നത്തിൽ കാണുന്ന എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ എങ്ങനെ ഉണ്ടാകും? അതുപോലെ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ഈ മൂവിയിലെ നായകന്. അവനെ എന്താഗ്രഹിച്ചാലും അതെല്ലാം സ്വപ്നത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും. ആ പവർ വെച്ച് പിച്ചച്ചട്ടിയും എടുത്തിരുന്നവൻ കോടീശ്വരനായി മാറുകയാണ്. അത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. അവന്റെ പേര് ഷാൻ. ഈ തേഞ്ഞൊട്ടി പാപ്പരാവുക എന്നൊക്കെ പറയത്തില്ലേ, ആ അവസ്ഥയിലൂടെയാണ് ഇപ്പൊ പുള്ളിക്കാരൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛനില്ല, അമ്മയില്ല, എന്തിന് സുഹൃത്തുക്കൾ പോലും ഇല്ല. എങ്കിലും ആള് നല്ല അസലൊരു എഴുത്തുകാരനാണ് കേട്ടോ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തെഴുതണമെന്ന് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് കഥകൾക്ക് വേണ്ടി ആരും അവന്റെ അടുത്തേക്ക് വരാറുമില്ല. മൊത്തത്തിൽ ഇപ്പോ കള്ളം കുടിച്ച് നാട്ടുകാരെയും തെറി വിളിച്ച് തേരാപാര നടക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരെന്നുറങ്ങിയിട്ട് ഇപ്പോ 1.5 വർഷം കഴിഞ്ഞു. ഇപ്പോ ട്രെയിനിലായിട്ട് എവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഷാൻ. പെട്ടെന്നാണ് ബോഗിയുടെ പിറകിൽ നിന്നും വല്ലാത്ത നിലവിളി ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. നോക്കിയപ്പോ ദേ കറുത്ത നിഴല് പോലെ ഒരു രാക്ഷസൻ അത് ഷാന്റെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ്. അവനൊന്ന് ഓടാൻ പോലും സമയം കിട്ടിയില്ല. അടുത്തേക്ക് വന്നതും അവന്റെ തല പിടിച്ച് തറയിലേക്ക് ഒരു ഒറ്റ ഇടിയായിരുന്നു. എന്നിട്ട് കൈവച്ച് ഒറ്റ ഇടിക്ക് ട്രെയിനിന്റെ ഫ്ലോർ വരെ തകർത്ത് കളഞ്ഞു. ശേഷം ഷാന്റെ തല പിടിച്ച് ആ ദ്വാരത്തിനുള്ളിലേക്ക് ഇടിച്ചങ്ങ് കയറ്റി. അടുത്ത സെക്കൻഡില് അവൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുന്നതാണ് കാണിക്കുന്നത്. എല്ലാം അവൻ കണ്ട ഒരു സ്വപ്നം മാത്രം. പക്ഷേ സ്വപ്നമാണെന്ന് കൊണ്ട് വിശ്വസിക്കാൻ വയ്യ. എല്ലാം ശരിക്കും നടന്നതുപോലെ. അവനിപ്പോ 1.5 വർഷമായിട്ട് ഉറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, ഇതാണ് മെയിൻ കാരണം. കണ്ണം നടച്ചാൽ ഇതുപോലുള്ള സ്വപ്നങ്ങളാണ് കാണുന്നത്. അതും റിയൽ ആയിട്ട് നടക്കുന്നത് പോലെ. പിന്നെ എങ്ങനെ ഉറക്കം വരാനാ? ഇനിയിപ്പോ അറിയാതെ ഉറങ്ങിപ്പോയാൽ തന്നെ സ്വപ്നത്തില് ആ രാക്ഷസൻ ഇങ്ങനെ വന്ന് കൊന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിന്റെ ഒന്നും കാരണം മാത്രം അറിയില്ല. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് അവന് നേരെ ചൊവ്വെ കഥ പോലും എഴുതാൻ പറ്റാത്തത്. എന്തുകൊണ്ടാണ് തനിക്ക് മാത്രം ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് അവൻ ഒരുപാട് അന്വേഷിച്ചിരുന്നു. സയൻസ് പരമായിട്ടും ഡിവോഷണൽ പരമായിട്ടും എല്ലാ രീതിയിലും അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രയോജനം ഉണ്ടായില്ല. അങ്ങനെ സ്വപ്നമെല്ലാം കണ്ട ആ ഒരു ഹാങ് ഓവറിലിരിക്കുമ്പോഴാണ് ഹൗസ് ഓണർ വന്ന് കഥയിന് തട്ടുന്നത്. 4-5 മാസമായി വാടക കൊടുത്തിട്ട് അയാളുടെ കയ്യിൽ കിട്ടിയ തീർന്ന്. അത് കാരണം അയാൾ കാണാതെ ജനൽ വഴിയെ പുറത്തേക്ക് ഇറങ്ങി. ശേഷം കൺസ്ട്രക്ഷൻ നടക്കുന്ന കമ്പയിൽ കൂടി നുഴഞ്ഞ് താഴേക്ക് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. ഇന്നലെ രാത്രി മുതലേ വയറ്റിലേക്ക് ഒന്നും ചെന്നിട്ടില്ല. അതുകൊണ്ട് സ്ഥിരം കഴിക്കാറുള്ള ഒരു തട്ടുകടയിലേക്കാണ് അവൻ ചെല്ലുന്നത്. അങ്കിളെ, ഒരു ദോശ, മുട്ട വേണ്ട കേട്ടോ. ഓർഡറും കൊടുത്തിട്ട് മുന്നിലുള്ള കടയിലേക്ക് നോക്കി നിൽക്കുകയാണ് ഷാൻ. അവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടി ജോലി ചെയ്യുന്നുണ്ട്. അവളുടെ പേര് സിയ. അവളാണ് നമ്മുടെ ഈ മൂവിയിലെ നായിക. നമ്മുടെ ഷാനിന്റെ ഒരു ക്രഷാണ്. വർഷങ്ങളായി തുടങ്ങിയിട്ട്. പക്ഷെ ഇതുവരെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും അപ്പൂപ്പൻ ദോശ റെഡിയാക്കി. അയ്യോ, മുട്ട വേണ്ടായിരുന്നു. അത് സാരമില്ല, എന്റെ വകയാണെന്ന് കരുതിയാ മതി. അതും പറഞ്ഞ് അപ്പൂപ്പൻ ദോശ അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. കയ്യില് കാശില്ലാത്തോണ്ടാണ് മുട്ട വേണ്ടത് പറഞ്ഞത്. അത് അപ്പൂപ്പന് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ഹാപ്പി ആയിട്ട് ദോശ മേടിച്ച് അത് കഴിക്കാൻ വേണ്ടി വായിലേക്ക് വെക്കാനായിട്ട് പോയതും പെട്ടെന്നാണ് തോളിലായിട്ട് ഒരു പിടി വീഴുന്നത്. വന്നയാളെ കണ്ടതേ ഷാൻ ജീവനം കൊണ്ട് ഓടുന്നു. പിറകെ അവനെ പിടിക്കാനായിട്ട് അയാളും. വേറൊന്നുമല്ല, കുറെ കാലം മുന്നേ ഷാന്റെ കയ്യിൽ പൈസയും കൊടുത്തിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ ഏൽപ്പിച്ചിരുന്നു. ഇപ്പോ സ്ക്രിപ്റ്റും ഇല്ല, പൈസയില്ല. വിളിച്ചാലാണെങ്കിൽ ഫോൺ എടുക്കില്ല. ഇപ്പോഴാണൊന്ന് കൈ കിട്ടിയത്. ഓടുന്നതിനിടയിൽ കയ്യിലെ ഫുഡും തെറിച്ചുപോയി. രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തത് കാരണം ഷാൻ ഓടാൻ അത്ര സ്പീഡ് കിട്ടിയില്ല. അത് കാരണം ലങ്ങേര് കൈയോടെ പൊക്കുന്നു. ചോയ് എന്നാണ് ആളുടെ പേര്. ഷാനിന്റെ ഒരു അകന്ന കൂട്ടുകാരനായിട്ട് വരും. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാവോ? അതും പറഞ്ഞ് ഷാൻ അവിടെ റെസ്റ്റോറന്റിൽ ഇരുന്ന് ഒരു ഫിഷ് ടാങ്ക് എടുത്തുകൊണ്ട് വന്ന് അവന്റെ മുന്നിലേക്ക് വെക്കുന്നു. ശേഷം അതിനകത്ത് കിടന്നിരുന്ന മീനിനെ പിടിച്ചങ്ങ് പുറത്തേക്ക് വെച്ചു. ഈ മീൻ കിടന്ന് പെടയണ കണ്ട? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാ. ചോയ് ആണെങ്കിൽ ഇവനിതിപ്പോ എനിക്ക് അടി മേടിച്ചു തരുമെന്ന് പറഞ്ഞ് ചുറ്റിന് നോക്കുവാണ്. എന്തോ ഭാഗ്യത്തിനാണ് അടി കിട്ടാഞ്ഞ് രക്ഷപ്പെട്ടതും. നിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഇല്ലയാ? ഇല്ലടാ, കണ്ണടച്ചാൽ ഇപ്പോഴും ആ സ്വപ്നം കാണുവാ. അത് കാരണം എനിക്കൊന്നും എഴുതാനുള്ള കോൺസെൻട്രേഷൻ പോലും കിട്ടുന്നില്ല. എങ്കിലും എന്റെ പൈസയെങ്കിലും തിരിച്ചു താ നീ. അത് പിന്നെ അതൊക്കെ ചെലവായി പോയി. തെണ്ടി, നീ എന്റെ പുക കണ്ടേ അടങ്ങത്തോളോ? മര്യാദയ്ക്ക് 10 ദിവസത്തിനുള്ളിൽ എന്റെ പൈസ മുഴുവൻ തിരിച്ചു തന്നോണം, കേട്ടല്ലോ. അതും പറഞ്ഞ് ഷാനിന്റെ തലക്കിട്ട് 2 കൊട്ടും കൊടുത്തുകൊണ്ട് അങ്ങേരെ അവിടുന്ന് പോകുന്നു. അങ്ങനെ അവിടുന്ന് ഷാൻ തിരികെ തന്റെ റൂമിലേക്ക് തന്നെ പോകുന്നു. ഇറങ്ങി വന്ന വഴിയെ തന്നെയാണ് കയറി പോകുന്നതും. പക്ഷേ വിൻഡോയുടെ അടുത്തെത്തിയപ്പോ വിൻഡോ തുറക്കാൻ പറ്റുന്നില്ല. പണി കിട്ടിയെന്ന് മനസ്സിലായി. ചെന്ന് നോക്കുമ്പോൾ ഹൗസ് ഓണർ തന്റെ സാധനങ്ങൾ മുഴുവൻ എടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട്. ആകെ ഉണ്ടായിരുന്നത് ആ ഒരു വാടക മുറിയായിരുന്നു. ഇപ്പൊ അതും പോയി. തന്റെ സാധനങ്ങളെല്ലാം വാരിക്കെട്ടിക്കൊണ്ട് അവനൊരു റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിരുന്ന് തന്റെ ലാപ്ടോപ്പിലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതാമെന്ന് കരുതിയെങ്കിലും വിശപ്പും ഉറക്കക്ഷീണവും കാരണം
കാരണം ഒന്നും തലയിലേക്ക് വരുന്നില്ല. അപ്പോഴാണ് അവിടെ വന്നൊരു കസ്റ്റമർ കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ട് പോയ ഫുഡ് അവൻ കാണുന്നത്. എന്തായാലും ഫുഡ് വാങ്ങാൻ കയ്യിൽ 10 പൈസ ഇല്ല, എങ്കിൽ പിന്നെ അതെങ്കിലും കഴിക്കാമെന്ന് കരുതി എഴുന്നേൽക്കാൻ പോയപ്പോഴാണ് വേറൊരു ഭിക്ഷക്കാരൻ വന്ന് അതെടുത്ത് കഴിക്കുന്നത്. അതും പോയി കിട്ടി. പെട്ടെന്നാണ് ഷാൻ ഇരിക്കുന്ന സ്ഥലം മുഴുവനും മറ്റൊരു ഡയമെൻഷനിലേക്ക് മാറാൻ തുടങ്ങിയത്. അതിന്റെ കൂടെ അന്ന് ട്രെയിനിൽ വെച്ച് കണ്ട അതേ പിശാച് ദേ ഇവിടെയും വന്നിരിക്കുന്നു. കയ്യിലൊരു വലിയ ചങ്ങലയുമായിട്ട് വന്ന് ഷാനിന്റെ അടുത്തേക്ക് ചെന്ന് പിറകിൽ കൂടി അവന്റെ കഴുത്തിലെ കുടുക്കിട്ട് മുറുക്കി വലിക്കുന്നു. എന്നിട്ട് അവന്റെ തല പിടിച്ച് ടേബിളിലേക്ക് ചാറ പറന്നിടിക്കാൻ തുടങ്ങി. അടുത്ത സെക്കൻഡില് അവൻ ഉറക്കം ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്തു. കണ്ടോ, ഇതാണ് ഉറങ്ങിയാലുള്ള അവസ്ഥ. കണ്ണൊന്ന് അടഞ്ഞു പോയാൽ ആ പിശാച് സ്വപ്നത്തിൽ വന്ന് ഒരു ദാക്ഷിണ്യമില്ലാതെ കൊന്നുകളയും. അത് പോട്ടേന്ന് വെക്കാം, പക്ഷേ ആ സമയത്ത് അവൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, മരണവേദന, അതവന് ശരിക്കും അനുഭവിക്കാൻ കഴിയുമായിരുന്നു. അതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്നതും. അങ്ങനെ ഉറക്കം ഞെട്ടി എഴുന്നേറ്റപ്പോഴാണ് ആൾക്കൊരു കാര്യം മനസ്സിലായത്. എന്താന്ന് വെച്ചാൽ ലാപ്ടോപ്പ് കാണാനില്ല, ആരോ അത് അടിച്ചോട് പോയി. ഒരു നിമിഷം ഇത്രയും മൂഞ്ചി തെറ്റിയൊരു ലൈഫ് എന്തിനാണ് ജീവിക്കുന്നതെന്ന് അവന് തോന്നിപ്പോയി. ഇനിയും ഇങ്ങനെ ജീവിക്കാൻ അവനെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് അങ്ങ് മരിച്ചു കളയാമെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലേക്ക് വന്ന് നിൽക്കുകയാണ് പുള്ളിക്കാരൻ. ഉള്ള കിടക്കാടവും പോയി, കയ്യിലാണെങ്കിൽ 10 പൈസയില്ല, ആഹാരം കഴിക്കാൻ പോലും വകയില്ല. ഇതുപോലൊരു ജീവിതം ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ ചിന്തയില് അവൻ ചാടാൻ വേണ്ടി ഒരു കാലെടുത്ത് താഴേക്ക് വെക്കാനായിട്ട് പോയതും ഡാ നിനക്ക് പാൻകേക്ക് വേണോ എന്നൊരു ശബ്ദം. നോക്കിയപ്പോ അതാ തട്ടുകടയിൽ അപ്പൂപ്പനാണ്. ഷാനിന്റെ ആ നിൽപ്പ് കണ്ടപ്പോഴേ ആൾക്ക് കാര്യം മനസ്സിലായി. ഇല്ല, ഫുഡ് തന്നൊന്ന് എന്നെ തോൽപ്പിക്കാമെന്ന് ആരും കരുതണ്ട, ചാവൂന്ന് പറഞ്ഞ ചാവും. ആ തീരുമാനത്തിൽ അവൻ വീണ്ടും ചാടാൻ തയ്യാറാകുന്നു. എന്റെ വക ഒരു മുട്ടയും സോസേജും കൂടി തരാം. അതും കൂടി കേട്ടതും അവൻ ആ പ്രലോഭനത്തിൽ അങ്ങ് വീണുപോയി. പട്ടിണി കിടക്കുന്നവനെ ഇങ്ങനെന്ന് പറഞ്ഞ് കൊതിപ്പിക്കരുത്. അങ്ങനെ അപ്പപ്പം കൊണ്ടുവന്ന് കൊടുത്ത ബർഗർ മൂക്കുമുട്ടയിരുന്ന് തിന്നുവാണ് ഷാൻ. ഹോ, എന്തൊരു ടേസ്റ്റ്. നിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താ? വല്ല തേപ്പും കിട്ടിയോ, അതോ നിന്റെ ജോലി പോയോ? എന്റെ പ്രശ്നം അതൊന്നുമല്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എല്ലാ രാത്രിയിലും സ്വപ്നത്തിൽ ഒരു പിശാച് വന്ന് എന്നെ ഇങ്ങനെ കൊന്നോണ്ടിരിക്കുക. അപ്പോ നിനക്ക് കൊല്ലുന്നതിന് മുന്നേ എണീറ്റാ പോരെ, അപ്പോ പ്രശ്നം തീർന്നല്ലോ. അതൊക്കെ ഞാൻ കുറെ ട്രൈ ചെയ്തതാ, പക്ഷേ എനിക്ക് അതിനുള്ള ചാൻസ് പോലും ഒന്നും കിട്ടുന്നില്ല. അങ്ങനെയാണോ? എങ്കിൽ പിന്നെ ഞാൻ നോക്കിയിട്ട് ഒരു മാർഗേ ഉള്ളൂ. അപ്പൂപ്പനത് പറഞ്ഞതും ഷാൻ എന്താണെന്ന് പോലെ അപ്പൂപ്പനെ നോക്കി. നിന്നെ ആ പിശാച് പിടിക്കാൻ വരുമ്പോഴേ താൻ ഇപ്പോൾ ഒരു സ്വപ്നം കാണുവാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. അങ്ങനെ പറഞ്ഞു നോക്ക്, അപ്പോ നീ എഴുന്നേറ്റോളും. അപ്പൂപ്പൻ അത് പറഞ്ഞ് ചിരിച്ചതും ഷാനും കൂടെ ചിരിച്ചുപോയി. അങ്ങനെ ആ ഒരു ഉപദേശം കാരണം ആള് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനുവേണ്ടി ആദ്യം തന്റെ കയ്യിലുണ്ടായിരുന്ന ആ പാട്ട ഫോണങ്ങ് വിറ്റു. ആ പൈസയുമായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് ചെന്നത്. കയ്യിലുള്ള പൈസ കൊണ്ടാകെ 2 പാക്കറ്റ് ബ്രെഡ് മാത്രമേ മേടിക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്തോ തികയാനാ? ചുറ്റിന് നോക്കിയിട്ട് ആരും കാണുന്നില്ലെന്ന് ഉറപ്പോടെ അവൻ 2 പാക്കറ്റ് ബ്രെഡ് കൂടി അടിച്ചു മാറ്റി കോട്ടിനുള്ളിലേക്ക് വെക്കുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മോഷ്ടിക്കുന്നത്. എന്നാൽ പിന്നീടാണ് അവിടെ ഒരു വലിയ കണ്ണാടി ഉള്ളത് അവൻ കാണുന്നതും. ചിലപ്പോ താൻ എടുത്തത് ഇതുവഴി ആരെങ്കിലും കണ്ടു കാണുമെന്നുള്ള പേടി തോന്നിയവന് അത് കാരണം എടുത്ത സാധനങ്ങൾ അതേപോലെ തന്നെ തിരികെ വെക്കുന്നു. ശേഷം പുറത്തേക്ക് വന്നിരുന്ന് ആ വേടിച്ച ബ്രെഡ് മുഴുവൻ തിന്നുവാണ്. അന്നേരമാണ് അവന്റെ അടുത്തേക്ക് സിയ വരുന്നത്. ഷാൻ, നീ ഓക്കെ അല്ലേ? എന്തെങ്കിലും സഹായം വേണോ? എന്നെ ഓർമ്മയില്ലേ നിനക്ക്? അതും പറഞ്ഞ് അവൾ അവന്റെ തോളിലേക്ക് കൈവെക്കുന്നു. പക്ഷേ ശരിക്കും ആ കൈ സിയയുടെ അല്ലായിരുന്നു, ആ പിശാചിന്റെ കൈയായിരുന്നു അത്. അതവനെ കഴുത്തിനെ പിടിച്ചു പൊക്കി തൂക്കിയെടുക്കുന്നു. എന്നിട്ട് അതിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ വാള് വെച്ച് ഷാന്റെ നെഞ്ചിനുള്ളിലേക്ക് കുത്തി ഇറക്കുവാണ്. അവനാണെങ്കിൽ വേദന കൊണ്ട് കിടന്ന് പെടയാൻ തുടങ്ങി. അന്നേരമാണ് അവന്റെ അപ്പൂപ്പൻ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. പിശാച് കൊല്ലാൻ വരുമ്പോൾ നീ കാണുന്നതെല്ലാം ഒരു സ്വപ്നമാണെന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി. ആ ഓർമ്മയിൽ ഷാൻ ആ വാളിലേക്ക് പിടിച്ചുകൊണ്ട് ഐ ആം ഡ്രീമി എന്ന് പറഞ്ഞതും അടുത്ത സെക്കൻഡില് പിശാച് അവനെ തൂക്കിയെടുത്ത് അകത്തേക്ക് ഒരു ഒറ്റയേറ്. ഗ്ലാസ് എല്ലാം പൊട്ടിച്ചുകൊണ്ട് അവൻ ആ സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് വന്ന് വീണുപോയി. എന്താണ് നടന്നതെന്ന് മനസ്സിലാകാതെ ആകെ കിളിപോയൊരു അവസ്ഥയിലായിരുന്നു അവൻ. എന്തായാലും നെഞ്ചില് വാളൊന്നുമില്ല, പക്ഷേ ഇതേ കയ്യിലായിട്ടൊരു വാള്. ഇതെങ്ങനെ? സ്വപ്നത്തില് കണ്ട ആ പിശാച് കുത്തിയിറക്കിയ അതേ വാള് അത് തന്റെ കയ്യിൽ കിട്ടിയെന്നുള്ളത് വിശ്വസിക്കാൻ വയ്യവന്. അവൻ വേഗം ആ വാള് എടുത്തുകൊണ്ട് പാർക്കിൽ ആരുമില്ലാത്തൊരിടത്തേക്ക് വന്നിരിക്കുന്നു. ആ ഞെട്ടൽ ഇതുവരെ അങ്ങോട്ട് മാറിയിട്ടില്ല. ഇനി താൻ ഇപ്പോഴും സ്വപ്നത്തിലായിരിക്കുവോ? അവൻ സ്വയം മുഖത്തേക്ക് ഒന്ന് അടിച്ചു നോക്കി. അല്ല, സ്വപ്നമല്ല. എന്നാലും ഇതെങ്ങനെ? ആ പിശാച് തന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കിയ വാളല്ലേ അത്? അതെങ്ങനെ തന്റെ കയ്യിൽ കിട്ടി? ആകെ പ്രാന്തെടുത്ത് നേരം വെളുക്കുന്നത് വരെ ആ വാളിലേക്ക് തന്നെ തുറച്ചു നോക്കിയിരിക്കുകയായിരുന്നു അവൻ. എന്തായാലും കണ്ടിട്ട് നല്ല ഹെവി ഐറ്റം ആണ്. ചിലപ്പോ വിറ്റാലെ എന്തെങ്കിലും കിട്ടിയാലോ? അവൻ ആ വാളുമായിട്ട് ഒരു ലോക്കൽ ആന്റിക് ഷോപ്പിലേക്ക് ചെല്ലുന്നു. എന്നാൽ വാള് കണ്ടത് അതൊരു ലോട്ടറി ഐറ്റമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അവിടെയുള്ള എല്ലാതും കൂടി അതിനുവേണ്ടി അടിപിടി കൂടാൻ തുടങ്ങിയതും ഷാൻ ആ വാളുമായിട്ട് നൈസിന് അവിടുന്ന് വലിഞ്ഞു. ശേഷം കുറച്ചുകൂടി റിച്ചായ ഒരു ആന്റിക് ഷോപ്പിലേക്കാണ് വരുന്നത്. ആ വാളും അതിന്റെ പഴക്കവും എല്ലാം കണ്ടതും അയാളെ ശരിക്കും ഞെട്ടി. വാളിന് പകരം ഷാൻ ചോദിച്ച പൈസ അവന് കൊടുക്കുകയും ചെയ്തു. 30,000 യാൻ, ഇന്ത്യൻ രൂപ 4 ലക്ഷത്തിലധികം വരും. അങ്ങനെ ആ പൈസയുമായിട്ട് അവൻ നേരെ ഒരു 5 സ്റ്റാർ
റെസ്റ്റോറന്റിലേക്കാണ് പോയത്. വയറ് നിറയുന്നത് വരെ മൂക്കുമുട്ട വാരി വലിച്ചങ്ങ് തിന്നു. ശേഷം കളഞ്ഞുപോയ ലാപ്ടോപ്പിന് പകരം പുതിയൊരു ലാപ്ടോപ്പ് മേടിച്ചു. അതുമായിട്ട് നേരെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വന്ന് റൂമും എടുത്തു. എന്നിട്ട് തേച്ചൊരച്ചൊന്ന് കുളിച്ച ശേഷം ആ താടിയും മീശയുമെല്ലാം ഷേപ്പ് ചെയ്ത് നല്ല അടിപൊളി സുന്ദര കുട്ടപ്പനായി. ആളുടെ ലുക്ക് തന്നെ മാറിപ്പോയി. ഇപ്പൊ കണ്ട പറയോ നേരത്തെ കണ്ട ഷാനാണെന്ന്. അങ്ങനെ അന്ന് രാത്രിയിൽ ആള് മനസ്സിൽ എന്തോ വലിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ശേഷം നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി സ്ലീപ്പിംഗ് പിൽസും കഴിച്ചുകൊണ്ടാണ് കിടന്നത്. എന്നാൽ അങ്ങോട്ട് കിടന്നൊന്ന് കണ്ണടച്ചതും എന്തോ ഒരു ശബ്ദം. അവൻ പതിയെ വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നു. എന്നാൽ പുറത്തേക്ക് ഇറങ്ങി നിന്നതും ആ ഡോർ അങ്ങ് ലോക്കായി പോയി. പണ്ടാരം തുറക്കാൻ നോക്കിയപ്പോൾ ദേ ലോക്ക് ഒടിഞ്ഞ് കയ്യിലിരിക്കുന്നു. ചിലപ്പോ താൻ സ്വപ്നത്തിലായിരിക്കും എന്ന് തോന്നിയവന് ആ സംശയം തീർക്കാൻ വേണ്ടി അവൻ അവിടെ കണ്ട ഒരു വേസ് എടുത്ത് കയ്യിലേക്ക് പിടിക്കുന്നു. ശേഷം ഐ ആം ഡ്രീമിംഗ് എന്ന് പറഞ്ഞതും ഒരു മാറ്റവും ഇല്ല. ഇതെന്താ വർക്കാവാത്തത്? അവൻ വീണ്ടും പതിയെ മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. ആ ഹോട്ടലിലാണെങ്കിൽ ഒരൊറ്റ മനുഷ്യനെ കാണുന്നില്ല. അപ്പോഴാണ് ഭൂമി കുലുക്കും പോലെ ആരോ നടന്നു വരുന്നൊരു ശബ്ദം. അത് മിക്കവാറും ആ പിശാചായിരിക്കും. ഷാൻ പേടിയോടെ മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് ഒരു വാതിൽ പൊളിച്ചുകൊണ്ട് ആ പിശാച് അവന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത്. കയ്യിൽ ഒരു യമണ്ടം കോടാലിയും. അവൻ ജീവൻ കൊണ്ട് എഴുന്നേറ്റ് ഓടുന്നു. പിറകെ കോടാലിയുമായിട്ട് അവനെ വെട്ടാൻ ആ പിശാചും. ഒരു ഘട്ടത്തില് അതവനെ തൂക്കിയെടുത്ത് നിലത്തേക്ക് എറിയുന്നു. ശേഷം ആ കോടാലി കൊണ്ട് ഊങ്ങിയൊരു വിട്ട്. ആ സെക്കൻഡിൽ തന്നെ അവൻ ആ കോടാലിയിലേക്ക് പിടിച്ചുകൊണ്ട് ഐ ആം ഡ്രീമിംഗ് എന്ന് പറഞ്ഞതും അടുത്ത സെക്കൻഡിൽ അവൻ റിയൽ വേൾഡിലേക്ക് തിരിച്ചെത്തുന്നു. കൂടെ കയ്യിലായിട്ട് ദേ ആ യമണ്ട സ്വർണ്ണ കോടാലിയും. ഹമ്പടാ, പണിയേറ്റു. ഒന്ന് പരീക്ഷിച്ചു നോക്കിയതായിരുന്നു അവൻ. അങ്ങനെ ആ കോടാലിയുമായിട്ട് ഇന്നലെ കണ്ട അതേ കടയിലേക്ക് തന്നെ പോകുന്നു. വാളിന് അത്രയും പൈസ കിട്ടിയെങ്കിൽ ഈ കോടാലിക്ക് എത്ര കിട്ടും? കെട്ടുകണക്കിനാണ് കയ്യിലേക്ക് പൈസ കിട്ടിയത്. ആ പൈസയുമായിട്ട് പിന്നെ ഒരു ആറാട്ടായിരുന്നു അവൻ. ആളുടെ ഡ്രസ്സിങ്ങും ഹെയർ സ്റ്റൈലും എല്ലാം മാറി. ഇപ്പോ ടെൻഷൻ എന്നൊരു സംഭവമേ ഇല്ല. ഫുൾ ഹാപ്പി. ക്ലബും ഡാൻസും പാർട്ടിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ് ആള്. കയ്യിൽ നിറയെ പൈസ ഇരിക്കുമല്ലേ, എന്ത് വേണമെങ്കിലും ആവാലോ. അന്ന് രാത്രിയില് അടിച്ച് പാമ്പായിട്ടാണ് വന്ന് റൂമിൽ കിടന്നത്. ഉറങ്ങാൻ നേരം അവന്റെ കൈ അറിയാതെ ഒരു ബുക്കിൽ തൊട്ടിരുന്നു. സ്വപ്നത്തില് ആ ലോകത്തിലേക്കാണ് അവൻ പോകുന്നതും. ഈ വില കൂടിയ ആന്റിക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന വലിയൊരു മ്യൂസിയം ആയിരുന്നു അത്. ഷാൻ ആണെങ്കിൽ ഇതെല്ലാം കൂടി കണ്ടിട്ട് എന്തെടുക്കണോ ഏതെടുക്കണോ എന്നറിയാതെ അവിടെ മുഴുവൻ ഓടി നടക്കുവാണ്. കോടാലി എടുക്കണോ, കിരീടം എടുക്കണോ, ക്ലോക്ക് എടുക്കണോ, ആകെ കൺഫ്യൂഷൻ. പക്ഷേ ഇതെല്ലാം കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ പിശാചേട്ടൻ ഇഞ്ഞി വരണം. അത് വരുന്നതും കാത്തിരിക്കുകയാണ് ഷാൻ അവിടെ. എന്തായാലും അധികം മുഷിപ്പിക്കാതെ ആളെത്തിയിട്ടുണ്ട്. ഇത്തവണ വാളും കോടാലിയൊന്നും അല്ല, നല്ല അസല് ഗണ്ണാണ്. ഷാനെ കണ്ടതേ അത് ചാറ പറന്ന് വെടിവെക്കാൻ തുടങ്ങി. പാവത്തിനൊരു കല്ല് പോലും എടുക്കാനുള്ള ടൈം കൊടുക്കുന്നില്ലെന്നേ. എന്തൊക്കെ നോക്കി വെച്ചതാ. ഒടുക്കം വെടിയും കൊണ്ട് ആള് പടവായി. എന്നാൽ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഒരു കുന്തം എടുക്കാനും പറ്റിയില്ല. അവൻ വേഗം ഒരു സ്ലീപ്പിംഗ് പിൽസ് കൂടി എടുത്ത് കഴിച്ചതും വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നു. നമ്മുടെ പിശാചേട്ടൻ തിരിഞ്ഞു നോക്കിയതുമില്ല. അവൻ ഓടി നടന്ന സാധനങ്ങൾ വാരുവാണ്. വെടി കൊള്ളുന്നതിന് മുന്നേ പറന്നു ചെന്ന് കൂടിയ 2 ഐറ്റംസ് കയ്യിലേക്ക് എടുത്ത് ഐ ആം ഡ്രീമിംഗ് എന്ന് പറഞ്ഞതും അവൻ അതുമായിട്ട് നേരെ റിയൽ ലൈഫിലേക്ക് വരുന്നു. അവന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇത്തവണ ഈ സാധനങ്ങൾ കൊണ്ട് അവൻ പോയത് കുറച്ചുകൂടി വലിയ ഡീലർമാരുടെ അടുത്തേക്കാണ്. ഈ മാഫിയ സെറ്റപ്പിലൊക്കെയുള്ള ലീഡേഴ്സ്. ഇത്തവണ അവന് 2 മില്യൺ യാനാണ് കിട്ടിയതും. നിനക്ക് എവിടുന്ന ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നത്? അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അവനങ്ങനെ പറഞ്ഞതും അയാൾ ചമ്മിപ്പോയി. അങ്ങനെ കാശെല്ലാം മേടിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ദേ മുറ്റത്തൊരു മൈന എന്ന് വെച്ചാ നമ്മുടെ ചോയി. അവനെ കണ്ടതേ പഴയ ഓർമ്മയിൽ ഷാൻ വീണ്ടും കയറി ഓടുന്നു. എന്നാൽ ഓടുന്ന വഴിക്ക് ഒരു കണ്ണാടിയിൽ തന്റെ കോലം കണ്ടപ്പോഴാണ് ചേടാ ഞാനിപ്പോ റിച്ച് ആണല്ലോ എന്നവന് ബോധം വന്നത്. ചോയി അടുത്തേക്ക് വന്ന് അവനെ അടിമുടി ഒന്ന് നോക്കി. ഈ പുതിയ കോലം അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? നിനക്ക് പൈസ ഇല്ലേ വേണ്ടത്? ഞാൻ തരാം, ബാ. അങ്ങനെ ചോയുമായിട്ട് ആളൊരു ഡിന്നറിനാണ് പോകുന്നത്. നിനക്ക് വല്ല ലോട്ടറി അടിച്ചോ? കഴിച്ചിട്ട് ബില്ലങ്ങാണം കൊടുക്കാതെ പോയ എന്റെ സ്വഭാവം മാറുവേ. എന്നാൽ ഷാനാണെങ്കിൽ ചോയി പറയുന്നതൊന്നും കേൾക്കുന്നതായിട്ട് പോലും മൈൻഡ് ചെയ്യുന്നില്ല. ശേഷം സൈലന്റ് ആയിട്ട് എഴുന്നേറ്റ് വന്നിട്ട് അവന്റെ കയ്യിൽ നിന്നും അഡ്വാൻസ് ആയിട്ട് മേടിച്ച ആ പൈസ അതേപോലെ അങ്ങ് തിരിച്ചു കൊടുക്കുന്നു. അളിയ, നീ എങ്ങനെ ഇത്ര റിച്ച് ആയത്? എനിക്കൂടെ ഒന്ന് പറഞ്ഞതാടാ. എന്നാൽ ഷാനാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല. അത് സീക്രട്ട്. അങ്ങനെ പിറ്റേന്നായതും ഷാൻ സേയുടെ റെസ്റ്റോറന്റിലേക്കാണ് വരുന്നത്. അവിടേക്ക് വന്ന് ഒന്നും അറിയാത്തതുപോലെ അവനൊരു കോഫി ഓർഡർ ചെയ്യുന്നു. ഇപ്പൊ തരാം അതും പറഞ്ഞ് അവള് കോഫി എടുക്കാൻ പോയി. ഇനി ഇവൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഇതിനു മുന്നേ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, എനിക്ക് മനസ്സിലായില്ല. ആ പറഞ്ഞത് കേട്ടതും അവള് കൊടുത്ത കോഫി മേടിച്ച് അതും കുടിച്ച് നിരാശയോടെ നിൽക്കുമ്പോഴാണ് ഈ ഷോപ്പ് വിൽക്കാൻ പോവുകയാണ് എന്നുള്ള നോട്ടീസ് അവൻ കാണുന്നത്. അതെന്തിനാ ഈ ഷോപ്പ് വിൽക്കുന്നത്? കസ്റ്റമേഴ്സ് ഇല്ല, അത് കാരണം കട നഷ്ടത്തിലാണ്. എത്ര രൂപയ്ക്ക് വിൽക്കാനാ ഉദ്ദേശിക്കുന്നത്? കടയുടെ വാടക, റിനോവേഷൻ, പിന്നെ സാധനങ്ങള് എല്ലാം കൂടി ഒരു 1.5 മില്യൺ വരും. എന്താ മേടിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? എന്നാൽ അതിനവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അന്ന് രാത്രിയിലെ ചോയുമായിട്ടായിരുന്നു ആളുടെ വെള്ളമടി. അവന് എങ്ങനെയെങ്കിലും നമ്മുടെ ഷാനിന്റെ സീക്രട്ട് അറിയണം. അതിനാണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നതും. അടിച്ചു പാമ്പായ ഷാനിനെ ചോയാണ് റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നതും. ശേഷം
അളിയാ ഞാൻ പോവാണേ എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. പക്ഷേ ആള് പോയില്ല കേട്ടോ. പമ്മി പമ്മി വീണ്ടും റൂമിലേക്ക് തന്നെ കയറി. എങ്ങനെയെങ്കിലും സീക്രട്ട് കണ്ടുപിടിച്ചേ പറ്റൂ. അതിനുവേണ്ടി അവൻ ആ റൂം മുഴുവൻ അരിച്ചു പറക്കുവാണ്. അപ്പോ ബാഗിലായിട്ടുണ്ടായിരുന്ന കുറച്ച് പൈസയും പിന്നെ ഇന്ന് കിട്ടിയ ആ ചെക്ക് ലീഫും എല്ലാം കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ അരിച്ചു പറക്കൽ നടക്കുമ്പോ ഷാൻ കട്ടിലിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിയുവാണ്. ആളുറക്കത്തില് നമ്മുടെ പിശാശേട്ടനുമായിട്ട് അടിയിലാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഐ ആം ഡ്രീമിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. കൂടെ രണ്ട് കൈയിലും നിറയെ സ്വർണവും. സീക്രട്ട് എല്ലാം പൊളിഞ്ഞില്ലേ? ഡാളിയ, ഇനി മുതൽ ഞാൻ നിന്റെ അസിസ്റ്റന്റ് ആയിട്ടിരുന്നോളാം. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. പ്ലീസ് എന്നെ കൂടെ കൂട്ടുവോ? ജോയി ഷാനിന്റെ കാല് പിടിച്ചു കിടന്ന് കരയുവാണ്. ഒടുക്കം അവന് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. പിറ്റേന്ന് ഷാൻ ആ റെസ്റ്റോറന്റ് മേടിക്കാനുള്ള പൈസയുമായിട്ടാണ് സീയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഈ ഷോപ്പ് ഞാൻ എടുത്തോളാം, ലാഭവും നഷ്ടവും എല്ലാം നമുക്ക് ഷെയർ ചെയ്യാം. അതും പറഞ്ഞ് അവളെ പൈസയും ഏൽപ്പിച്ചുകൊണ്ട് ഇത്തിരി ഗമയിട്ട് തന്നെ അവൻ തിരിഞ്ഞു നടക്കുന്നു. അപ്പോഴാണ് പിറകേന്നൊരു വിളി. ഇന്ന് രാത്രി എന്താ പരിപാടി? അങ്ങനെ അവള് ഫ്ലാറ്റ്. അന്ന് രാത്രി തന്നെ ഷാൻ സിയയുമായിട്ടൊരു ഡിന്നറിന് പോകുന്നു. നീ എന്തിനാ കട ഏറ്റെടുത്തത്? എന്നാൽ അതിനവൻ മറുപടി ഒന്നും പറയുന്നില്ല. നിന്റെ കല്യാണം കഴിഞ്ഞതാണോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ വിട്ടേരെ. അത് കേട്ടതും നമ്മുടെ ഷാനിന് സന്തോഷമായി. കാരണം അങ്ങനെ റിലേഷൻ ഒന്നും ഇല്ലെങ്കിൽ തുടരാമെന്നല്ലേ അർത്ഥം. അപ്പോ ആള് വീണ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അന്ന് രാത്രിയിലെ നല്ല റോസാപ്പൂ ഇതളക്കിയിട്ട് വെള്ളത്തിൽ കിടന്ന് കുളിച്ച് സുന്ദര കുട്ടപ്പനാകുകയാണ് നമ്മുടെ ഷാൻ. ഇപ്പോ അവന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ചോയ് വർക്ക് ചെയ്യുന്നത്. സ്വപ്നം കണ്ട് കുറെ കാശുണ്ടാക്കാനുള്ളതല്ലേ. പെട്ടിയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണ്. ഇത്തവണ ബെഡിലേക്ക് കിടന്നുറങ്ങിയതും ഷാൻ നേരെ പോകുന്നത് ഒരു വലിയ ബാങ്കിന്റെ ലോക്കറിലേക്കാണ്. പൈസയൊക്കെ ഇങ്ങനെ അട്ടി വെച്ചേക്കുവല്ലേ, വാരി കൂട്ടി എടുത്തോണ്ട് വന്നാ മതി. എന്നാൽ ഇത്തവണ പിശാശേട്ടൻ അവന്റെ പിറകിൽ കൂടി വന്ന ഒരൊറ്റ അടിയായിരുന്നു. എന്നാൽ ഷാനാണെങ്കിൽ ഇതൊക്കെ വെറും പുല്ല്. അവൻ ആ പിശാശിനെ മൈൻഡ് പോലും ചെയ്യാതെ ബാങ്കിലേക്ക് പൈസ വാരി കൂട്ടാൻ തുടങ്ങി. മാത്രമല്ല ഇത്തവണ അവൻ ഡിഫെൻഡ് ചെയ്യുകയും തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. അതവനെ അടിക്കാനായിട്ട് വന്നതും ഷാൻ ഒറ്റ ചവിട്ടിന് ആ പിശാശിനെ തെറിപ്പിച്ചങ്ങ് കളഞ്ഞു. ശേഷം കൈ കാണിച്ചതും ബാഗൊക്കെ പറന്നാണ് അവന്റെ കയ്യിലേക്ക് വരുന്നത്. സ്വപ്നത്തിൽ നമുക്ക് എന്തോ ആവാലോ. ഇതെല്ലാം കണ്ട് പെരുത്തു കയറിയ നമ്മുടെ പിശാശേട്ടൻ അവനെ അടിക്കാനായിട്ട് പിറകിൽ കൂടി ഓടി വന്നതും ശാന്തന്റെ പവർ വെച്ച് രണ്ട് ലോക്കറുകളുടെ ഇടയിൽ കെട്ടി നമ്മുടെ പിശാശേട്ടനെ അരച്ചങ്ങെടുക്കുന്നു. ഈ ട്രിക്കൊക്കെ ഇപ്പോഴാണ് ആള് മനസ്സിലാക്കിയത്. അങ്ങനെ പിറ്റേന്നായതും സിയുടെ റെസ്റ്റോറന്റിൽ ഒടുക്കത്തെ തിരക്കാണ്. ഈ ഷോപ്പ് തുടങ്ങിയിട്ട് തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ ഷാൻ ചോയെ വെച്ച് പൈസ കൊടുത്ത് ആളെ കയറ്റുന്നതാ. കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലെന്നുള്ള പരാതി അങ്ങ് തീർത്തു കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തട്ടുകട നടത്തുന്ന നമ്മുടെ അപ്പൂപ്പനില്ലേ, അപ്പൂപ്പൻ നോക്കുമ്പോൾ ഒരു സഞ്ചി നിറച്ച് പണം ഇരിക്കുന്നു. സാധാരണ ആൾക്കാരാണെങ്കിൽ അത് കണ്ട് തുള്ളിച്ചാടും. എന്നാൽ അപ്പൂപ്പനാണെങ്കിൽ ആ പൈസ കണ്ടിട്ട് ദേഷ്യമാണ് വന്നത്. അതും നമ്മുടെ ഷാൻ കൊണ്ടുവച്ചതായിരുന്നു. അന്ന് രാത്രിയില് ഷോപ്പും പൂട്ടിയിറങ്ങിയ സിയോയോടൊപ്പം ഷാനും ഉണ്ടായിരുന്നു. നടന്ന് ഒരു കാറിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് തനിക്ക് കാർ ഇല്ലല്ലോ എന്ന് അവൻ ആലോചിക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. അന്ന് രാത്രിയിലെ സ്വപ്നത്തിലെ ഒരു കാർ തന്നെ അവൻ സ്വന്തമാക്കുന്നു. തന്റെ നേരെ സ്പാനർ എറിഞ്ഞ പിശാശേട്ടനെ തിരികെ അതേ സ്പാനർ വെച്ചെറിഞ്ഞുകൊണ്ടാണ് അവൻ പ്രതികാരം വീട്ടിയത്. എന്നിട്ട് സ്വപ്നത്തിൽ നിന്നും അതേ കാറുമായിട്ട് തിരികെ വരുന്നു. പിറ്റേന്ന് രാത്രിയിൽ അല്പം ഗമയോടെ തന്നെ സിയയുടെ മുന്നിൽ അവൻ കാർ ഹാജരാക്കി. മാത്രമല്ല അത് അവൾക്ക് അങ്ങ് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. അവളോട് അവൻ പറഞ്ഞേക്കുന്നത് അവനൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്നാണ്. അതുവഴിയാണ് അവൻ ഇത്രയും പൈസ ഉണ്ടാക്കിയതെന്നാണ് അവളുടെ വിചാരം. എങ്കിൽ പിന്നെ ആ വിചാരം അങ്ങ് യാഥാർത്ഥ്യമാക്കി കൊടുക്കാമെന്ന് അവനങ്ങ് തീരുമാനിച്ചു. സ്വപ്നത്തിൽ നിന്നും ഏറ്റവും നല്ല തിരക്കഥ തന്നെ മോഷ്ടിച്ചു കൊണ്ടുവന്നു. ശേഷം അത് വെച്ചൊരു പടം വരെ പ്രൊഡ്യൂസ് ചെയ്ത് വമ്പ ഹിറ്റാക്കി. അവളുടെ മുന്നിൽ വെച്ച് തന്നെ അവൻ ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് റൈറ്റിംഗിനുള്ള അവാർഡ് മേടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഷാനിന്റെ മറ്റൊരു സ്വപ്നമാണ്. സ്വർണങ്ങളെല്ലാം കുന്നുപോലെ കൂടിക്കിടക്കുന്ന ഒരു ഗുഹയിലേക്കാണ് അവൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. തൂക്കിയാലും അളന്നാലും തീരാത്ത അത്രയും സ്വർണങ്ങൾ. അതിന്റെ ഇടയിൽ കൂടി ഒരു രാജാവിനെ പോലെ നടക്കുകയാണ് ഷാൻ. അവിടെ തന്നെ ക്ഷയിച്ചുപോയ തറവാട്ടിലെ കാരണവരെ പോലെ കുത്തിയിരിപ്പുണ്ട് നമ്മുടെ പിശാശേട്ടൻ. എന്തു പറ്റിയെന്നറിയില്ല. ഷാനിനെ കണ്ടിട്ട് അടിക്കൊന്നും വരുന്നില്ല പുള്ളിക്കാരൻ. എന്നാൽ ഷാനിനാണെങ്കിൽ ഇത്തിരി അഹങ്കാരം അല്ല ഒത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട്. ഇത്രയും സ്വർണങ്ങൾ ഇവിടെ കുന്നുപോലെ കൂടി കിടക്കുമല്ലേ. എന്നിട്ടും അവൻ പിശാശേട്ടന്റെ അരയിലുള്ള അരപ്പട്ടയിലേക്കാണ് കൈവെക്കുന്നത്. എന്നാൽ അതിലേക്ക് തൊട്ടതും പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് പാറ പോലെയും ഗുഹ പോലെയൊക്കെയുള്ള എന്തൊക്കെയോ വിഷ്വൽസ് വരുന്നുണ്ട്. എന്നാൽ അതിന്റെ കൂടെ പിശാശേട്ടനാണെങ്കിൽ അവന്റെ ദേഹത്ത് കൈവച്ച് എന്തോന്ന് വരയ്ക്കുന്നുണ്ട്. പക്ഷേ ഷാൻ അത് ശ്രദ്ധിച്ചതേയില്ല. അവൻ അല്പം അഹങ്കാരത്തോടെ തന്നെ ആ അരപ്പട്ട വലിച്ചൂരിയെടുക്കുന്നു. അതോടെ നമ്മുടെ പിശാശേട്ടൻ അവിടെ അലിഞ്ഞില്ലാതാവുന്നു. മാത്രമല്ല ആ അരപ്പട്ട അങ്ങോട്ട് സ്വന്തമായതും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സ്വർണങ്ങളും ഇപ്പോൾ ഷാനിന്റെ കാൽച്ചൂട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ഇനിയാണ് ശരിക്കുള്ള പണി കിട്ടാൻ പോകുന്നത്. അന്ന് രാത്രിയില് ഷാൻ സ്ഥിരമായിട്ട് വരാറുള്ള റൂഫ് ടോപ്പിലേക്ക് സിയയും കൊണ്ടുവരുന്നു. ശേഷം അവിടെ വെച്ച് അവൻ തന്റെ പ്രണയം അവളോട് തുറന്നു പറയുകയാണ്. സിയയും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്.
അന്ന് രാത്രിയില് സിയയുടെ ഫ്ളാറ്റിലേക്ക് ഷാൻ ചെല്ലുന്നു. അവൾ ബാത്റൂമിൽ ഫ്രഷ് ആകാൻ പോയപ്പോൾ അവളെയും കാത്ത് പുറത്തിരിക്കുകയാണ് ഷാൻ. എന്നാൽ പെട്ടെന്നാണ് അവന്റെ നെഞ്ചിലേക്ക് ഒരു വാള് വന്ന് ആഞ്ഞങ്ങ് തറയ്ക്കുന്നത്. അവൻ വെപ്രാളത്തോടെ ഓടിച്ചെന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോഴോ നെഞ്ചിലായിട്ട് ഇപ്പോഴത്തെ ആ വാള് കുത്തിയിറക്കിയ പാട്. സാധാരണ റിയൽ ലോകത്ത് മുറിപ്പാടുകളൊന്നും ഉണ്ടാവുന്നതല്ലോ, പക്ഷെ ഇപ്പൊ എന്താ ഇങ്ങനെ? ഈ അവസ്ഥയില് ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് തോന്നിയതും അവൻ സിയയോട് പോലും പറയാതെ വേഗം വീട്ടിലേക്ക് പോകുന്നു. അവിടെ വന്നിട്ടും അവൻ ആകെ ഒരു സമാധാനം കിട്ടുന്നില്ല. അന്ന് പിശാശേട്ടൻ തന്റെ നെഞ്ചിൽ വരച്ചതിൽ എന്തെങ്കിലും അർത്ഥം കാണുമോ? അപ്പോഴാണ് ചോയ് അങ്ങോട്ടേക്ക് വരുന്നത്. നമ്മൾ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? സ്വപ്നത്തിൽ നിന്ന് കൊണ്ടുവരുന്നതിനെല്ലാം നമ്മൾ എന്തെങ്കിലും വില കൊടുക്കേണ്ടി വന്നാലോ? എന്ത് വില കൊടുക്കാൻ? നമ്മൾ ആരുടെയും സാധനം കട്ടോ മോഷ്ടിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ. ഇത് ദൈവം നിനക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ട് കരുതിയാ മതി. അതും പറഞ്ഞ് ചോയ് അവിടുന്ന് പോയെങ്കിലും ഷാൻ ഒരു സമാധാനം കിട്ടുന്നില്ല. അന്ന് രാത്രിയില് അവൻ കണ്ട സ്വപ്നത്തിലായിട്ട് ഷാൻ ഒരു ലിഫ്റ്റിൽ കൂടി മുകളിലേക്ക് ഉയർന്നു പോവുകയാണ്. അതും ആകാശവും കഴിഞ്ഞ് ഉയർന്നു നിൽക്കുന്ന അതിഭീമാകാരമായ ഒരു കെട്ടിടത്തിന് മുകളിലേക്ക്. അതിലെ ഏറ്റവും മുകളിലത്തെ നിലയിലായിട്ട് അവനെ കാത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അതാരാണെന്ന് അറിയാൻ വേണ്ടി അവൻ അടുത്തേക്ക് ചെന്ന് നോക്കുന്നു. എന്നാൽ ഇവൻ തന്നെയായിരുന്നു അത്. പെട്ടെന്ന് ആ ഷാനിന്റെ മുഖം മുഴുവനും ഇങ്ങനെ പൊടിഞ്ഞില്ലാതാവാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ തന്നെ അത് വെറും പൊടിയായിട്ട് അലിഞ്ഞു പോകുന്നു. ഈ സ്വപ്നവും കണ്ടാണ് ഷാൻ ഞെട്ടി എഴുന്നേൽക്കുന്നത്. അവൻ വേഗം ചെന്ന് കണ്ണാടി നോക്കിയപ്പോഴോ ദേ മുഖത്ത് മുറിപ്പാടുകൾ. മുഖത്ത് മാത്രമല്ല, അവന്റെ ദേഹത്ത് പലയിടത്തുണ്ടാ മുറിപ്പാടുകൾ. സ്വപ്നത്തില് പിശാശമായിട്ട് അടിയിടുമ്പോൾ അവന്റെ ദേഹത്ത് ഒരുപാട് മുറിപ്പാടുകൾ ഉണ്ടാവില്ലേ? വാള് വെച്ച് കുത്തിയും കോടാലി വെച്ച് വെട്ടിയും ആ പാടുകളായിരുന്നു അവന്റെ ദേഹത്ത് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പിറ്റേന്നായതും ഷാൻ അപ്പൂപ്പനെ കാണാൻ വേണ്ടി അപ്പൂപ്പന്റെ കടയിലേക്ക് പോവുകയാണ്. എന്നാൽ അങ്ങനെ പോകും വഴിക്കാണ് പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് ഒരു അടി വീഴുന്നത്. പല്ല് വരെ ഇളകി കൈ വന്നിട്ടുണ്ട്. പിശാശമായിട്ട് സ്വപ്നത്തിലുണ്ടായിരുന്ന അടിയുടെ പാടുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ പെട്ടെന്നായിരുന്നു പിറകിൽ കൂടി കുറെ ആൾക്കാർ വന്ന് അവനെ കിഡ്നാപ്പ് ചെയ്തൊരു വണ്ടിയിൽ ഇട്ടുകൊണ്ട് പോകുന്നതും. അതാരാണെന്ന് വെച്ചാൽ ഷാൻ ആദ്യമായിട്ട് ഒരു ആന്റിക് ഷോപ്പിലേക്ക് വാൾ കൊണ്ടു കൊടുക്കാൻ പോയില്ലേ, ആ കടയിലുണ്ടായിരുന്ന ഒരുത്തനായിരുന്നു. അവനൊരു ബോസും കൂടിയുണ്ട്. അങ്ങേരെയും കൂട്ടുപിടിച്ചാണ് ഈ പണി ചെയ്യുന്നത്. ഷാനിന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എനിക്കൊരു 10 മില്യൺ തന്നാൽ ഞാൻ നിന്നെ വിട്ടയക്കാം. അയാൾ അങ്ങനെ പറഞ്ഞതും ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഷാൻ സമ്മതം അറിയിക്കുന്നു. അവനിപ്പോ ഈ പൈസയോടൊന്നും ഒരു താല്പര്യവും ഇല്ല. എങ്ങനെയെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി. അങ്ങനെ നമ്മുടെ ചോയെ വിളിച്ച് കാശ് കൊണ്ടുവരാൻ ഏർപ്പാടാക്കിയതും 2 ബാഗിൽ നിറയെ കാശുമായിട്ട് അവനും വരുന്നു. ആദ്യം ഷാനിനെ കൊണ്ടുവാ, എന്നിട്ടേ കാശ് തരൂ. അവരങ്ങനെ പറഞ്ഞതും ലവന്മാര് ചോയയുടെ തലക്കിട്ടൊരു ഒറ്റക്കുട്ട്. അതോടെ അവന്റെ ബോധവും പോയി. കാശിനൊപ്പം ചോയയും കൂടെ കൊണ്ടാണ് അവന്മാര് തിരികെ വരുന്നതും. ഷാന്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടെങ്കിൽ അവന്റെ ബാങ്കിൽ എത്ര പൈസ കാണും? അവന്മാർ അവന്റെ ബാങ്ക് ബാലൻസ് നോക്കിയത് ഞെട്ടിപ്പോയി. ഏകദേശം 4000 കോടിയുടെ അടുത്തുണ്ട് പൈസ. അതും ബാങ്കിൽ മാത്രമായിട്ടാണേ. എങ്കില് അവന്റെ വീട്ടിൽ എന്തോരം പൈസ കാണും? അപ്പൊ തന്നെ ഷാനെയും ചോയയും കൊണ്ട് അവന്മാര് ഷാന്റെ വീട്ടിലേക്ക് വരുന്നു. അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു രഹസ്യ മുറിയിലായിട്ടായിരുന്നു ഷാൻ എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചിരുന്നതും. ആ മുറി കണ്ടതും സകലവുമാര് അന്തം വിട്ടുപോയി. സ്വപ്ന ലോകത്തുണ്ടായിരുന്ന വില മതിക്കാനാവാത്ത അത്രയും സാധനങ്ങൾ ഉണ്ട് അവിടെ. ഇതൊക്കെ നിനക്ക് എങ്ങനെയാ കിട്ടിയത്? എന്റെ ജീവൻ പകരം കൊടുത്താ ഞാൻ ഇതെല്ലാം കൊണ്ടുവന്നത്. ഇവിടെയുള്ളത് മുഴുവനും നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഞാൻ ആരോടൊന്നും പറയില്ല. എന്നാൽ ഇതേ സമയം തന്നെയാണ് ഷാനിനെ കാണാൻ വേണ്ടി സിയ അങ്ങോട്ടേക്ക് വരുന്നത്. 1-2 ദിവസമായിട്ട് അവനെ കുറിച്ച് ഒരു അറിവുമില്ല. അതാണ് ഇപ്പോ ഇങ്ങോട്ടേക്ക് വന്നതും. എന്നാൽ അവൾ ആ റൂം തുറന്ന് അകത്തേക്ക് കയറിയതേ ആ ഗുണ്ടകള് അവളെ പിടിച്ചു വെക്കുന്നു. ശേഷം ഷാനിന്റെ അടുത്തേക്ക് തന്നെ അവളെയും കൊണ്ടുവരുന്നു. ഇതിനിടയ്ക്ക് ബോധമില്ലാതെ കിടന്നിരുന്ന നമ്മുടെ ചോയ്ക്ക് ബോധം വരുന്നുണ്ട് കേട്ടോ. പക്ഷേ കാര്യങ്ങളൊന്നും മാത്രം പന്തിയല്ലെന്ന് മനസ്സിലായതും ആള് നൈസായിട്ട് ഒരു മൂലയിലേക്ക് മാറി ഒളിച്ചിരിക്കുന്നു. അവളെ ഒന്നും ചെയ്യരുത്, നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ഷാൻ കെഞ്ചി പറഞ്ഞിട്ടും അവന്മാർക്കൊരു കുലുക്കോ ഇല്ല. അവന്റെ മുന്നിൽ വെച്ച് തന്നെ ആ ഗുണ്ടകള് സിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവളാണെങ്കിൽ തിരിച്ച് അങ്ങേർക്കിട്ടൊരു ചവിട്ട്. അതോടെ ആ ഗുണ്ടകൾ മുഴുവൻ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ടതും നമ്മുടെ ചോയ് ആണെങ്കിൽ കയ്യിൽ കിട്ടിയ ഒരു ആന്റിക് പീസും വെച്ച് പിറകിൽ കൂടി വന്ന ആ ഗുണ്ടയുടെ തലയ്ക്ക് ഒരൊറ്റയടി. പക്ഷേ അവന്മാര് കുറെ എണ്ണം ഉണ്ടല്ലോ. അതിലൊരുത്തൻ ഷാന്റെ ഇടിപ്പിലേക്ക് കത്തി വെച്ചൊരൊറ്റ കുത്ത്. എങ്കിലും അവന്മാരെ എല്ലാം ഇടിച്ചിട്ടിട്ട് ഒരു വിധത്തില് 3 പേരും കൂടി അവിടുന്ന് ഓടുന്നു. സ്റ്റെയർ വഴി മുകളിലേക്ക് ഓടിക്കയറാൻ നോക്കിയപ്പോഴേക്കും വീണ്ടും വന്നു ആ ഗുണ്ടകള്. നിങ്ങളോട് രക്ഷപ്പെടാൻ നോക്ക്, ഇവന്മാരെ ഞാൻ നോക്കിക്കോളാം. അതും പറഞ്ഞ് ചോയ് അവന്മാരുടെ കാലിൽ പിടിച്ചു വെച്ചേക്കുവാണ്. പക്ഷെ എത്ര നേരം അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റും? അവന്മാര് ചോയെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുന്നു. ശേഷം അവന്റെ തല പിടിച്ച് സ്റ്റെപ്പിലായിട്ട് ഇടിച്ചിടിച്ച് കൊടുക്കും ചോയെയും അവന്മാര് കൊല്ലുകയാണ്. ഇതെല്ലാം ഷാന്റെ കൺമുന്നിൽ വെച്ചാണ് നടക്കുന്നത്. പക്ഷേ അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. സി ഒരു വിധത്തില് ഷാനെയും താങ്ങി പിടിച്ച് മുകളിലേക്ക് എത്തുന്നു. എന്നാൽ ആ ഗുണ്ടകൾ അവിടേക്കും വരുന്നു. ഒരുത്തൻ അവളുടെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ച് അവളെ കൊല്ലാൻ നോക്കുകയാണ്. അവളുടെ ബോധം മറിഞ്ഞു പോയതും ഷാനിനടുത്തേക്ക് വന്ന അവന്റെ കാലിൽ പിടിച്ചൊരൊറ്റയേറ്.
അവന് തിരികെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ നോക്കുമ്പോൾ ബോധമില്ലാതെ കിടക്കുകയാണ് സിയ. ആ കാഴ്ചയോടെ അവന്റെ ബോധം മറഞ്ഞു പോകുന്നു. എന്നാൽ ബോധം മറിഞ്ഞതും അവൻ വീണ്ടും ഏതൊരു സ്വപ്ന ലോകത്തിലേക്കാണ് ചെല്ലുന്നത്. ആ ലോകത്തിലായിട്ട് ആയിരക്കണക്കിന് വാതിലുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം പല ഡയമെൻഷനിലേക്കുള്ള വാതിലുകളാണേ. അവിടെ കണ്ട ഒരു വാതിലിനുള്ളിലേക്ക് ഷാൻ ചെന്ന് കയറുന്നു. എന്നാൽ അതിനകത്തേക്ക് കയറിയതും ഇതുവരെ അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നോ അതെല്ലാം ഒന്നേന്ന് മുതൽ അവന്റെ കൺമുന്നിൽ കൂടി കടന്നു പോകാൻ തുടങ്ങി. ട്രെയിനിന്റെ ഉള്ളിൽ വെച്ചും റെസ്റ്റോറന്റിനുള്ളിൽ വെച്ചും ഹോട്ടലിൽ വെച്ചുമെല്ലാം പിശാച് അവനെ കൊല്ലാൻ നോക്കിയതും പിന്നെ പല പല സ്വപ്നലോകത്തേക്ക് കടന്നു ചെന്ന് അവന് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നതും അവസാനം പിശാചിന്റെ അരയിൽ കിടന്ന ബെൽറ്റ് അടക്കം മൂരിയെടുത്ത് അവിടെയുള്ള മുഴുവൻ സ്വർണങ്ങളും സ്വന്തമാക്കി കൊണ്ടുവരുന്നതും അങ്ങനെ എല്ലാം അവന്റെ കൺമുന്നിൽ കൂടി കടന്നു പോകുന്നു. അങ്ങനെ ഇപ്പോ നടന്ന് മറ്റൊരു വാതിലിനടുത്തേക്കാണ് അവൻ എത്തിയത്. പക്ഷേ അതിനുള്ളിൽ കൂടി അവന് പോകാൻ പറ്റുന്നില്ല. ആ വാതിലിന്റെ തൊട്ടപ്പുറത്തായിട്ട് ബോധമില്ലാതെ കിടക്കുകയാണ് സിയ. അവൻ എത്ര ശ്രമിച്ചിട്ടും അവളുടെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. ഐ ആം ഡ്രീമി എന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്നാൽ പെട്ടെന്നാണ് അവന്റെ ശരീരം മുഴുവനും മാറാൻ തുടങ്ങിയത്. കൈവിരലുകളെല്ലാം തടിച്ചു വീർത്ത് ശരീരം മുഴുവനും വലിപ്പം വെച്ച് ദേഹത്തിന്റെ നിറമെല്ലാം മാറി അവൻ ശരിക്കും ആ പിശാചിന്റെ രൂപത്തിലേക്കായി മാറുന്നു. അതിനോടൊപ്പം അവന്റെ കയ്യിൽ വലിയൊരു വാള് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ വാള് വെച്ച് അവൻ ആ വാതില് വെട്ടിപ്പൊളിക്കാൻ നോക്കുന്നു. ഈ സമയത്ത് അവന്റെ ഉള്ളിലേക്ക് പല പല ചിന്തകൾ കടന്നു വരുന്നുണ്ട്. അന്ന് ആ വാടക കൊടുക്കാനില്ലാത്തപ്പോൾ ഹൗസ് ഓണർ കടന്ന് ബഹളം വെച്ചില്ലേ, അന്ന് താനൊരു ഡീമൺ ആയിരുന്നെങ്കിൽ അയാളെ അവിടെ വെച്ച് തന്നെ കൊന്നേനെ. അതുപോലെ തിരികെ കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞപ്പോൾ ചോയും അവനെ കളിയാക്കിയിരുന്നു. അന്നും താനൊരു പിശാചായിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ മറുപടി കൊടുത്തേനെ. അങ്ങനെ പല പല ചിന്തകളാണ് അവന്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തന്റെ സകല ശക്തികളും പുറത്തേക്ക് എടുത്തുകൊണ്ട് ആ ചുവര് പൊളിച്ചുകൊണ്ട് പിശാച് പുറത്തേക്ക് വരുന്നു. വന്നതേ ആദ്യം തന്നെ ആ ബോസ് എന്ന് പറഞ്ഞവനെയാണ് കൊല്ലുന്നത്. എന്നാൽ അങ്ങേര് ചാവുന്നതിന് മുന്നേ സിയയുടെ ദേഹത്തേക്ക് തുരുതുരാന്ന് വെടിവെക്കുന്നുണ്ട്. അവളും അവിടെ മരിക്കുന്നു. പിന്നീട് ആ പിശാച് തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ച് അവിടെയുള്ള സകലതിനെ വെടിവെച്ച് കൊല്ലുന്നു. ഏറ്റവും അവസാനമായിട്ട് ഷാന്റെ അടുത്തേക്കാണ് വരുന്നത്. അതിന് കണ്ടതേ ഐ ആം ഡ്രീമിംഗ് എന്ന് ഷാൻ പറയുന്നു. എന്നാൽ ആ പിശാച് അവനെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഷാൻ മരിച്ചതും തൊട്ടു പിറകെ തന്നെ അവൻ സ്വപ്നലോകത്തുനിന്ന് എന്തൊക്കെ സാധനങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്നോ അത് മുഴുവൻ അപ്രത്യക്ഷമായി പോകുന്നു. ഷാനില്ലെങ്കിൽ പിന്നെ അവൻ കൊണ്ടുവന്ന സാധനങ്ങൾ നിലനിൽക്കില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് മൂവിയുടെ തുടക്കത്തില് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ അവൻ ബ്രെഡും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ അടുത്തേക്ക് സിയ വന്നില്ലേ, ആ സീനായിരുന്നു. എന്ന് വെച്ചാ അവൻ ഇത്രയും നേരം കണ്ടത് മുഴുവൻ സ്വപ്നമായിരുന്നു. ഷാൻ, നീ ഓക്കെ അല്ലേ? നിനക്ക് വിശക്കുന്നുണ്ടോ? എന്റെ കൂടെ വന്നാ നിനക്ക് ഞാൻ ആഹാരം തരാം. അതും പറഞ്ഞ് അവൾ അവനെയും കൂട്ടി അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവന് വയറ് നിറയെ ആഹാരവും കൊടുക്കുന്നുണ്ട്. നിനക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. പണ്ട് നീ മാഗസീനിൽ എഴുതിയ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്ത് നല്ല സ്റ്റോറി ആയിരുന്നു അത്. അതുപോലെ ഇനിയും നിനക്ക് കഥകൾ എഴുതിക്കൂടെ? സിയ അങ്ങനെ ചോദിച്ചതും ഷാൻ മറുപടി ഒന്നും പറയുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നത് വരെ എന്റെ ഷോപ്പിൽ ജോലിക്ക് നിന്നോ. അവൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മളെ വേറെ ചില കാര്യങ്ങൾ കാണിക്കുന്നത്. പണ്ട് മുതലേ സിയയുടെ പുറകെ നടക്കുകയല്ലായിരുന്നോ ഷാൻ? അവൾ എവിടെ പോയാലും അവളുടെ പിറകെ ഷാനും ഉണ്ടായിരുന്നു. എന്നാ അവൻ മാത്രമായിരുന്നില്ല. എവിടെ പോയാലും തന്റെ പിറകെ വരുന്ന ഷാനിനെ അവള് ശ്രദ്ധിച്ചിരുന്നു. എന്ന് വെച്ചാ അവന് മാത്രമല്ല അവൾക്കും ചെറിയൊരു ക്രഷ് അവനോട് തോന്നിയിരുന്നു. അങ്ങനെ സിയ പറഞ്ഞതുപോലെ അവളുടെ ഷോപ്പിലാണ് ഇപ്പോൾ ഷാൻ വർക്ക് ചെയ്യുന്നത്. ഇടയ്ക്ക് വെച്ച് അവൾ അവനൊരു ലാപ്ടോപ്പ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അവനൊരു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലേ, അപ്പോ ഇത് അത്യാവശ്യമാണ്. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞതും ഷാൻ നമ്മുടെ ചോയെ കാണാനായിട്ട് വരുന്നു. പണ്ട് സ്ക്രിപ്റ്റ് എഴുതി തരാമെന്നും പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് കുറെ പൈസ മേടിച്ചില്ലേ ഷാൻ? സോറി, എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റില്ല. അതും പറഞ്ഞ് അന്ന് മേടിച്ച പൈസ മുഴുവനും തിരികെ കൊടുക്കുന്നു. പക്ഷേ ചോയ് ആ പൈസ മേടിക്കുന്നില്ല. പകരം കുറെ നോട്ടുകെട്ടുകൾ എടുത്ത് ഷാനിനെ തിരികെ കൊടുക്കുന്നു. പണ്ട് നീ എനിക്കൊരു സ്ക്രിപ്റ്റ് എഴുതി തന്നത് ഓർമ്മയുണ്ടോ? അത് ഞാനങ്ങ് വിറ്റു. മേടിച്ചവന്മാർക്ക് ആ കഥ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിന്റെ പ്രതിഫലമാണിത്. അതും പറഞ്ഞ് ആ പൈസ മുഴുവനും അവൻ ഷാനിന് കൊടുക്കുന്നു. അങ്ങനെ ഷാനിന്റെ ജീവിതമൊക്കെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ വീണ്ടും ആ തട്ടുകടയിൽ അപ്പൂപ്പനെ കാണാൻ വരുന്നതും. അവനെ കണ്ടെത്തിയ അപ്പൂപ്പൻ ഒരു സഞ്ചി എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അന്ന് ഒരുപാട് പൈസ ഉണ്ടായിരുന്ന സമയത്ത് ഒരു സഞ്ചി നിറയെ പണം അവൻ അപ്പൂപ്പന്റെ കടയിൽ കൊണ്ടുവച്ചില്ലേ, ആ സഞ്ചിയായിരുന്നു അത്. എനിക്ക് ഈ പൈസയുടെ ആവശ്യമില്ല. അതും പറഞ്ഞ അപ്പൂപ്പൻ തന്റെ ഷർട്ട് പൊക്കി ഷാനിനെ കാണിച്ചതും വൈറലായിട്ടൊരു മുറിപ്പാട്. ഒരിക്കൽ നിന്നെ പോലായിരുന്നു ഞാനും. സ്വപ്നം വഴി ഒരുപാട് പണം സമ്പാദിച്ചു. പക്ഷേ ആ ജീവിതത്തിൽ ഞാൻ ഹാപ്പി ആയിരുന്നില്ല. ഇപ്പോഴുള്ള ഈ ജീവിതമാണ് എനിക്ക് സന്തോഷം തരുന്നത്. പക്ഷേ ഷാൻ ശരിക്കും ഞെട്ടി. അന്ന് സ്വപ്നത്തിലായിരുന്നപ്പോഴല്ലേ താൻ ഈ കാശ് അപ്പൂപ്പന് കൊടുത്തത്. സ്വപ്നത്തിൽ നിന്നെല്ലാം താൻ പുറത്തു വരികയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് ഈ കാശ് വീണ്ടും അപ്പൂപ്പന്റെ കയ്യിൽ വന്നത്? അവനങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവൻ നിൽക്കുന്ന സ്ഥലം മുഴുവനും മറ്റൊരു ഡയമെൻഷനിലേക്ക് മാറാൻ തുടങ്ങി. എന്ന് വെച്ചാ ഇതൊന്നും റിയാലിറ്റി അല്ല. അവൻ ഇപ്പോഴും സ്വപ്നലോകത്ത് തന്നെയാണുള്ളത്. ഇതൊക്കെ അവൻ കാണുന്ന പല പല സ്വപ്നങ്ങളിൽ ഒന്നാണ്. ഒരു സ്വപ്നം തീരുമ്പോൾ അടുത്ത സ്വപ്നത്തിലേക്ക്. അങ്ങനെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്ന ഷാനിനെ കാണിച്ചുകൊണ്ടാണ്
വട്ടുപിടിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സോടെ ഈ മൂവിയുടെ അവസാനിക്കുന്നത്. ക്ലൈമാക്സ് കണ്ട ആർക്കും ഒരു കുന്തോ മനസ്സിലായി കാണില്ല. മൂവിയുടെ തുടക്കത്തില് ഷാൻ തന്റെ ഈ സ്വപ്നങ്ങളുടെ കാരണം അറിയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാണുകയും ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുവഴി അവന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്വപ്ന ലോകത്ത് തന്നെ ഒരുപാട് ലോകങ്ങളുണ്ട്. നമ്മൾ ഒരു സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തില് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമ്മൾ മറ്റൊരു സ്വപ്നത്തിലേക്ക് കടക്കും. ചിലപ്പോ ഷാന്റെ സ്വപ്നങ്ങൾ അങ്ങനെ ആയിരിക്കാം. നേരത്തെ കണ്ട സ്വപ്നത്തില് ആ പിശാച് വന്ന് ഷാനെ കൊന്നു കളഞ്ഞല്ലോ. ആ സ്വപ്നത്തില് അവൻ ഒട്ടും സംതൃപ്തനാകാത്തത് കൊണ്ടായിരിക്കാം അവൻ ഇതുപോലെ മറ്റൊരു സ്വപ്നം കണ്ടത്. സിയയുടെ കൂടെ ജോലി ചെയ്യുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതും സമാധാനത്തിൽ കഴിയുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്വപ്നം. എന്നാൽ ഇപ്പോൾ അപ്പൂപ്പന്റെ മുന്നിൽ വെച്ചാണ് താൻ കണ്ടതെല്ലാം സ്വപ്നമാണെന്ന് അവൻ തിരിച്ചറിയുന്നതും. മാത്രമല്ല ഇടയ്ക്ക് ചില സീനുകളിലായിട്ട് അന്ന് ആ സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ വെച്ച് പിശാച് അവന്റെ നെഞ്ചിലേക്ക് വാള് കുത്തി ഇറക്കിയില്ലേ, അന്നവൻ മരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതെന്തിനാണ് അങ്ങനെ കാണിച്ചതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇനി ചിലപ്പോ അന്ന് മരിച്ചു പോയതിനു ശേഷം അവന്റെ ആത്മാവല്ലെന്ന് കാണുന്ന സ്വപ്നമായിരിക്കും ഇതൊക്കെ. അതെല്ലാം പൊരഞ്ഞിട്ട് അവസാനം ഒരു സീന് കൂടി കാണിക്കുന്നുണ്ട്. അന്ന് സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിലിരിക്കുമ്പോൾ അവന് മുന്നിലേക്ക് സിയ വന്നില്ലേ, അവര് തമ്മിൽ സംസാരിക്കുന്നതെല്ലാം ദൂരെ മാറി നിന്ന് ദേ നമ്മുടെ പിശാച് നോക്കുന്നു. അവൻ കണ്ട സ്വപ്നവും സ്വപ്നലോകങ്ങളും എല്ലാം ഉള്ളതാണ്. മാത്രമല്ല ഷാനിന്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കൂടാതെ അവനെ വിടാതെ പിറകെ തന്നെ നമ്മുടെ പിശാചേട്ടനും കാണും. അതും പറഞ്ഞുകൊണ്ടാണ് ആകെ കിളി പറത്തിയ രീതിയിൽ ഈ മൂവിയുടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.